ഹായ്, വെൽക്കം ടു അവർ ചാനൽ. കുറേ ഇല്ല നമ്മൾ കണ്ടിട്ട്. ക്രിസ്മസ് കഴിഞ്ഞോടുകൂടിയിട്ട് എനിക്ക് അത് കുട്ടിക്ക് പനി പിടിച്ചു. പനിയൊക്കെ പിന്നെ മാറി വന്നപ്പോൾ കുഴിമടി കുത്തിട്ടപ്പോഴത്തേന് കുഴിമടി അങ്ങനെ വീഡിയോസ് ഒന്നും ചെയ്യേണ്ടതെന്ന് ഇരിക്കുന്നു. ഇന്നിപ്പോൾ ഇങ്ങനെ ഒരുങ്ങിയൊക്കെ ഇറങ്ങിയപ്പോൾ ഒരു അൺബോക്സിങ് വീഡിയോ ചെയ്യാൻ വെച്ചു. അപ്പോൾ ഈ ഡ്രസ്സ് എങ്ങനെയുണ്ട്, ഭംഗിയുണ്ടാ? ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് മേടിച്ചതാ. ഇതല്ലാട്ട അൺബോക്സിങ്, നമുക്ക് ജ്വല്ലറി അൺബോക്സിങ് ആട്ടാ. ഇതൊന്നുമല്ല, പുതിയ ഡ്രസ്സ് ഇട്ടെന്റെ പ്രഹസനം പട്ടി ഷോ അത്രയുള്ളോ. ഇതെന്റെ തുമ്പൊക്കെ പിടിച്ച് കുഞ്ഞി പിള്ളേരെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ട് കാർക്കങ്ങ് ഇറങ്ങിപ്പോ ഒരു മനസ്സുഖം അത്രയുള്ളൂ കേട്ടാ. അപ്പോൾ ഇന്ന് ഒരുങ്ങിക്ക് ഇറങ്ങിയപ്പോഴേ ഒരു അൺബോക്സിങ് ചെയ്യാൻ വെച്ചു. നമ്മുടെ ചാനലിൽ ആദ്യത്തെ അൺബോക്സിങ് ആണേ. അപ്പോൾ ആദ്യം കാണിക്കാൻ പോകുന്നത് ഈ ഒരു പാക്കറ്റ് കേട്ടാ. ഇത് നല്ലൊരു മാല കേട്ടാ. ഷൈനിങ് ദിവ എന്ന് പറഞ്ഞാൽ ഷൈനിങ് ദിവ ഫാഷൻ അവരുടെ നെയിം വരുന്നത്. നമ്മളിത് മേടിച്ചത് ആമസോണിൽ നിന്ന് കേട്ടോ. നല്ല പാക്ക്, അത്യാവശ്യം കൊള്ളാവുന്ന പാക്കിംഗ് ആയിരുന്നു. അപ്പോൾ അതാ മാല ഞാൻ കാണിച്ചു തരാം കേട്ടോ. പാക്കറ്റ് പൊളിച്ച് നമുക്ക് നോക്കുന്നുണ്ട്. നോക്കി, നല്ല രസമുള്ള മാല കേട്ടോ. തിരിഞ്ഞു പോയി പിടിച്ചപ്പോൾ നല്ല രസമുണ്ട് ഈ മാല കാണാനായിട്ട്. ഈ മാലയും ഇതിന് ഇവിടെ ടയർ ചെയ്യാൻ കമ്മലുണ്ട് കേട്ടോ. ഇതാണ് ഇതിൻ്റെ ടയറായിട്ട് വരുന്ന കമ്മല്. കണ്ടോ, നല്ല മയിൽപ്പീലി ഡിസൈനൊക്കെ ആയിട്ട് ഇത് സാരിയുടെ കൂടെയൊക്കെ നന്നായിട്ട് ചേർന്ന് പോകും. ഈ കമ്മല് കാണുന്ന പോലെ വലിയ വെയിറ്റ് ഒന്നും ഇല്ല കേട്ടോ കമ്മലിന്. മാലയ്ക്ക് അത്യാവശ്യം വെയിറ്റ് ഉണ്ട്. ഇതിൻ്റെ ലോക്കറ്റ് അത്യാവശ്യം നല്ല ഹെവി ആയിട്ട് വരുന്നുണ്ട്. കമ്മല് വലിയ ഹെവി ഒന്നുമല്ല, നമുക്ക് നോർമലായിട്ട് ഇടാൻ പറ്റുന്ന വെയിറ്റ് ഒക്കെ ഉള്ളൂ. കണ്ടോ ഇനിയുണ്ട്, കൊള്ളാല്ലേ? എനിക്ക് നല്ല ഇഷ്ടമായി ഇത്. പിന്നെ നമുക്ക് കാണിക്കാനുള്ളത് ഇത് മീഷോന്ന് മേടിച്ച വളയട്ടാ. കണ്ടാ, ഇതെനിക്ക് ഏറ്റവും ചെറിയ സൈസ് വളയട്ടാ വേണ്ടി വന്നത്. കൊള്ളാം മൊത്തത്തിൽ. പിന്നെ സൂക്ഷിച്ച് നോക്കുമ്പോൾ അടുത്തുനിന്ന് നോക്കുമ്പോൾ ഇതിൻ്റെ ജോയിൻസ് ഇങ്ങനെ നമുക്ക് എടുത്ത് കാണാനുണ്ട്. ഇതും മീഷോന്നാണ്. ഇത് മീഷോന്നാട്ടാ. ഇത് കാശി ഡിസൈൻ പോലത്തെ മാലയാട്ടാ. നല്ല ഹെവി ആയിട്ട് ഓർണമെന്റ്സ് ഇടുന്നതൊക്കെ വെച്ചാൽ രണ്ടും കൂടി വെക്കൊക്കെ ചെയ്യാൻ തോന്നുന്നല്ലേ. എനിക്കെന്താ രണ്ടും കൂടി തോന്നിച്ച് വെക്കുമ്പോൾ എന്തോ പോലെ തോന്നുന്നുണ്ട്. ഈ മാല നൂയി അവിടെ. എനിക്കിത് ഒറ്റയ്ക്ക് ഇട്ടപ്പെടാട്ടോ ഇഷ്ടമായത്. നല്ല രസമുണ്ട്. ഇതിൻ്റെ കമ്മലും കൂടി ഉണ്ട്. നോക്കിയേ, ഒരു ഒറ്റക്കാശിൻ്റെ അടിയിൽ 2-3 മണിയിട്ട് സെയിം ഈ കാണുന്ന സെയിം തന്നെ വരുന്നത്. ഇത് നോക്കാട്ടോ. കമ്മലും മാലയൊക്കെ തീരെ ലൈറ്റ് വെയിറ്റ് കേട്ടോ. കൊള്ളാം, അടിപൊളിയുണ്ടല്ലേ. അപ്പം ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ ഓൺലൈനായിട്ട് ഓർണമെന്റ്സ് മേടിച്ചത്. പളി പോകുന്നത് ചെറിയ സംശയം ഉണ്ടായിരുന്നു. ഏതായാലും ആദ്യ ദിവസം നമ്മൾ പാടായില്ല. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ അത്രേ ഉള്ളൂ. ഇത്ര കാലത്തെ ഗ്യാപ്പ് കഴിഞ്ഞ് വന്നപ്പോൾ എല്ലാവരും എന്നെ മറന്നുണ്ടാവോ ഒരു ശങ്കയ്ക്ക് ഉണ്ട്. അപ്പോൾ ആരും എന്നെ മറത്തിരിക്കുവോ? പറ്റുമ്പോഴൊക്കെ വരാട്ടാ. സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഇത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവരും കമൻറ്റ് ചെയ്തോളൂ, സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോസ് കാണുക. ടാറ്റാ, ബൈ ബൈ.